ഒമാൻ തീരത്ത് ഹോർമൂസ് കടലിടുക്കിന് സമീപം MT സീറ്റബെല്ലോ എന്ന എണ്ണ ടാങ്കറിന് നേരെ അമേരിക്കൻ നാവികസേന നടത്തിയ മിസൈൽ ആക്രമണത്തെ അതിരൂക്ഷമായ ഭാഷയിൽ അപലപിച്ച് ഇറാൻ. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തി അമേരിക്ക നടത്തിയത് കേവലം സായുധ കവർച്ചയും ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലുള്ള കടൽ കൊള്ളയുമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി കുറ്റപ്പെടുത്തി. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 3 ഇന്ത്യൻ നാവികരുടെ കുടുംബാംഗങ്ങളോടും ഇന്ത്യൻ സർക്കാരിനോടും അനുശോചനം രേഖപ്പെടുത്തിയ ഇറാൻ ആഗോള സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും വൻ ഭീഷണി ഉയർത്തുന്ന യുഎസിന്റെ ഇത്തരം നിയമവിരുദ്ധ നടപടികൾക്കെതിരെ രാജ്യാന്തര സമൂഹം പ്രതികരിക്കണമെന്നും ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ഇന്ത്യ തങ്ങളുടെ ശക്തമായ വിയോജിപ്പും പ്രതിഷേധവും അമേരിക്കയെ നേരിട്ടറിയിച്ചു. ന്യൂഡൽഹിയിലെ US ചാരിറ്റി അഫയേഴ്സ് ജേസൺ മീക്സിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി ഔദ്യോഗികമായി പ്രതിഷേധം രേഖപ്പെടുത്തി. മേഖലയിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന സൈനിക നീക്കങ്ങൾ അങ്ങേയറ്റം വേദനാജനകമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ സൈനിക നടപടികൾ നിർത്തിവെക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. അതേസമയം കപ്പലിന് നേരെ തങ്ങൾ നടത്തിയത് കൃത്യമായ ലക്ഷ്യം വെച്ചുള്ള പ്രിസിഷൻ സ്ട്രൈക്കാണെന്ന് US സെൻട്രൽ കമാൻഡ് വാദിച്ചു. US ഏർപ്പെടുത്തിയ ഉപരോധം ലംഘിച്ച് ഇറാനിൽ നിന്നുള്ള എണ്ണ കടത്തുകയായിരുന്നു ഈ ടാങ്കറെന്നും US സൈന്യത്തിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിക്കുവാൻ കപ്പൽ തയ്യാറാകാത്തതിനാലാണ് ആക്രമിച്ചതെന്നും അമേരിക്ക അവകാശപ്പെട്ടു. എന്നാൽ ഈ നടപടിക്കെതിരെ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ രംഗത്തെത്തിയിട്ടുണ്ട്. സിവിലിയൻ കപ്പലുകളുടെ സുരക്ഷയും നാവികരുടെ ജീവനും അപകടത്തിലാക്കുന്ന ഇത്തരം സൈനിക ആക്രമണങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് IMO സെക്രട്ടറി ജനറൽ ആർസീനിയോ ഡൊമിംഗസ് വ്യക്തമാക്കി. സംഭവത്തിൽ നിഷ്പക്ഷവും സുതാര്യവുമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.